ശംഖുമുഖം ബീച്ച് 2025 നേവി ഡേ ഇവിടെ വെച്ചാണ് ആഘോഷിക്കുന്നത്. 1971 ഇൻഡോ പാക് യുദ്ധത്തിൽ ആ വർഷം ഡിസംബർ 4 പാകിസ്ഥാനിലെ കറാച്ചി പോർട്ട് ആക്രമിച്ച് ഇവിടെയുണ്ടായിരുന്ന PNS ഖൈബർ എന്ന ഡിസ്ട്രോയർ ഷിപ്പ് ഉൾപ്പെടെ 4 പാകിസ്ഥാൻ നേവി കപ്പലുകളെ ഇന്ത്യൻ നേവിയുടെ മിസൈൽ ബോട്ടുകൾ തകർത്തു. ഓപ്പറേഷൻ ട്രൈഡന്റ് എന്നാണ് ആ സൈനിക നടപടിയുടെ പേര്. അതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഡിസംബർ 4 ഇന്ത്യൻ നേവി ഡേ ആയി ആഘോഷിക്കുന്നത്. നമ്മുടെ അഭിമാനമായ INS വിക്രാന്ത് ഉൾപ്പെടെ പല കപ്പലുകളുടെയും വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും ബോട്ടുകളുടെയും കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകടനങ്ങളുടെ ക്ലോസപ്പ് ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ദൃശ്യവിരുന്നാണ് ഈ വീഡിയോ. ഈ വീഡിയോയുടെ അവസാനം ഈ റിഹേഴ്സലിൽ പങ്കെടുത്ത എല്ലാ കപ്പലുകളും ഈ തീരത്ത് വന്ന് നിരന്ന് കിടന്ന് ലൈറ്റപ്പ് ചെയ്ത്, അതായത് ഇലുമിനേറ്റ് ചെയ്ത്, ഈ ആകാശത്ത് പ്രകാശത്തിൻ്റെ പൂരം സൃഷ്ടിക്കുന്ന ഒരു മനോഹര ദൃശ്യവും കൂടിയുണ്ട്. അതും കൂടി എല്ലാവരും കാണണം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അല്പം ദൈർഘ്യമേറിയതാണെങ്കിലും മുഴുവനും കാണുക. പ്രധാന വേദിക്ക് അഭിമുഖമായി പണിതിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം. നേവി ഉദ്യോഗസ്ഥർ അവിടെ തയ്യാറെടുപ്പുകൾ നടത്തുന്നു. നേരത്തെ കാണിച്ച സബ്മറൈൻ ഉൾപ്പെടെ എല്ലാ കപ്പലുകളും ബോട്ടുകളും റിഹേഴ്സലിനായി അവരവരുടെ പൊസിഷനുകളിലേക്ക് നീങ്ങുന്നു. INS കൊൽക്കത്ത ആണിത്. ഇന്ത്യൻ നേവിയുടെ INS തരംഗിണിയാണ് ആ പോകുന്നത്. 3 മാസ്റ്റുള്ള പായ്ക്കപ്പൽ. ഇന്ത്യൻ നേവിക്ക് INS സുദർശിനി എന്നൊരു പായ്ക്കപ്പൽ കൂടിയുണ്ട്. അതും ഇവിടെ പുറകെ വരുന്നുണ്ട്. INS കൊൽക്കത്ത തിളങ്ങുന്ന കടൽ വെള്ളത്തിലൂടെ പോകുന്നു. ഉച്ച കഴിഞ്ഞ സമയമായതുകൊണ്ട് സൂര്യപ്രകാശം വരുന്നത് തീരത്തിന് എതിർദിശയിൽ നിന്നാണ്. രാവിലെ ആയിരുന്നുവെങ്കിൽ പ്രകാശം തീരത്തിൻ്റെ പിന്നിൽ നിന്നുമായിരിക്കും വരുന്നത്. അത് മറ്റൊന്നുമല്ല, രാവിലെ ആയിരുന്നുവെങ്കിൽ കടലിലെ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായിരുന്നേനെ. ഇത് INS സുദർശിനി, ഇന്ത്യൻ നേവിയുടെ 2ാമത്തെ പായ്ക്കപ്പൽ. ഇത് INS ഇക്ഷക്, ഇന്ത്യൻ നേവിയുടെ ഹൈഡ്രോഗ്രാഫിക് സർവേ ഷിപ്പ്. കഴിഞ്ഞ വീഡിയോയിൽ ഈ കപ്പലിനെ പറ്റി വളരെ വിശദമായി പറഞ്ഞിരുന്നു. INS സുദർശിനിയും INS തരംഗിണിയും. നേവിയുടെ റബ്ബർ ബോട്ടുകളും അതിലെ നാവികരും. സുദർശിനിയെ ഇക്ഷക് മറികടന്നു. നേവിയുടെ 6 സീ കിങ് ഹെലികോപ്റ്ററുകൾ കൊച്ചിയിൽ നിന്നും വരികയാണെന്ന് തോന്നുന്നു. അവയും തങ്ങളുടെ പൊസിഷനിലേക്ക് പോകുന്നു, അതായത് ഉൾക്കടലിലേക്ക്. ഒത്തിരി പ്രത്യേകതകൾ ഉള്ള ഹെലികോപ്റ്ററാണിത്. അതിൽ പ്രധാനം ആംഫിബിയസ് കേപ്പബിലിറ്റിയാണ്. അതായത് ചില വേരിയന്റുകൾക്ക് കരയിലും വെള്ളത്തിലും ലാൻഡ് ചെയ്യാം. വരിയായി പോകുന്നു. സ്പീഡ് ബോട്ടുകളും അവയുടെ പൊസിഷനിൽ എത്തി. മുകളിൽ എന്തൊക്കെയോ ഉപകരണങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്നു. വെള്ളത്തിലേക്ക് താഴ്ന്നുപോയി എന്ന് തോന്നുന്നു. ഒരു ഡ്രോൺ നേവിയുടേതായിരിക്കും.
സാധാരണയായി തന്നെ ഡ്രോൺ നിരോധിത മേഖലയാണിത്. പിന്നിൽ എയർപോർട്ടും എയർഫോഴ്സ് ബേസുമൊക്കെയാണല്ലോ. മാത്രമല്ല എയർഫോഴ്സിൻ്റെ സതേൺ എയർ കമാൻഡിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്ത് ആക്കുളത്താണ്. രണ്ട് സ്പീഡ് ബോട്ടുകൾ. ഏതായാലും അഭ്യാസ പ്രകടനങ്ങൾ തുടങ്ങുകയാണ്. INS കൊൽക്കത്ത ഈ വേദിക്ക് മുന്നിലേക്ക് വരികയാണ്. ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറാണ് INS കൊൽക്കത്ത. മാത്രമല്ല INS വിക്രാന്തിൻ്റെ നേതൃത്വത്തിലുള്ള കാരിയർ ബാറ്റിൽ ഗ്രൂപ്പിൻ്റെ ഭാഗവും. E63 ആണ് INS കൊൽക്കത്തയുടെ ഹൾ നമ്പർ. INS കൊൽക്കത്തയുടെ മുൻഭാഗം, അതായത് ബോ. INS വിക്രാന്തിൻ്റെയും വിക്രമാദിത്യയുടെയും കാരിയർ ബാറ്റിൽ ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നു INS കൊൽക്കത്ത. 2014 കമ്മീഷൻ ചെയ്തു. ബ്രഹ്മോസിൻ്റെ നേവൽ വേരിയൻ്റായ ബ്രഹ്മോസ് ആൻറ്റിഷിപ്പ് മിസൈൽ വഹിക്കുന്നു. INS കൊൽക്കത്തയുടെ റഡാർ സ്റ്റെൽത്ത് കേപ്പബിലിറ്റിയുള്ള ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറാണ് ഈ വെസൽ. മുംബൈയിലെ മസഗോൺ ഡോക്യാർഡാണ് നിർമ്മിച്ചത്. കപ്പലിൻ്റെ മുകളിലെ സെയിലേഴ്സിനെ കണ്ടോ? അഭ്യാസ പ്രകടനങ്ങൾ തുടങ്ങി. വെടിവയ്ക്കുന്നു. വെടിപൊട്ടി അല്പം കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇരിക്കുന്നിടത്ത് ശബ്ദം എത്തുന്നത്. ഫയർ ചെയ്തത് കണ്ടോ? സ്പീക്കറിൽ കൂടി കേൾക്കുന്നതിനേക്കാൾ കാതടപ്പിക്കുന്ന ശബ്ദം. രണ്ട് വശത്തേക്കും ഫയർ ചെയ്യുന്നുണ്ട്. ഡമ്മി ഫയറിംഗ് ആയിരിക്കും. താഴെ ഇരിക്കുന്ന ആളാണ് വെടിപൊട്ടിക്കുന്നത്. കണ്ടോ? ആദ്യത്തെ പ്രകടനം INS കൊൽക്കത്തയുടേതാണ്. അസ്തമയ സൂര്യൻ്റെ പ്രകാശത്തിൽ തിളങ്ങുന്ന കടൽ വെള്ളത്തിലേക്ക് INS കൊൽക്കത്ത. അടിപൊളി ദൃശ്യം. കുറച്ച് കഴിഞ്ഞാണ് എത്തുന്നത്. അവിടെ ഒരു തീ കണ്ടിട്ട് ഈ ദൃശ്യങ്ങൾ ജീവിതത്തിൽ നേരിൽ കാണാൻ പറ്റുമെന്ന്, അതും തിരുവനന്തപുരത്ത് വെച്ച് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. വളരെ സാവധാനത്തിലാണ് INS കൊൽക്കത്ത ഇപ്പോൾ നീങ്ങുന്നത്. നേവിയുടെ ഫ്രിഗേറ്റുകളും ഡിസ്ട്രോയറുകളും വലിയ കപ്പലുകളാണ്. കപ്പലുകളുടെ പിന്നിലെ താഴ്ന്ന് നിരപ്പായ സ്ഥലം ഹെലിപ്പാഡാണ്. നാവികരെ കണ്ടോ? ഒരു ലേഡിയെ കണ്ടോ? അപ്പോൾ വനിതാ നേവി ഉദ്യോഗസ്ഥരും ഈ കപ്പലിൽ കാണും. ആദ്യത്തെ അഭ്യാസ പ്രകടനങ്ങൾ കഴിഞ്ഞ് INS കൊൽക്കത്ത നീങ്ങുന്നു. കപ്പലിൻ്റെ ഏറ്റവും പിന്നിലെ താഴ്ന്ന ഭാഗം ഹെലിപ്പാഡ്. ഇതാണ് ഹെലിപ്പാഡ്. INS കൊൽക്കത്ത തിരികെ വീണ്ടും പഴയ പൊസിഷനിലേക്ക് പോകുന്നു. മറ്റ് രണ്ട് കപ്പലുകൾ.
രണ്ടും തീരത്തിന് അഭിമുഖമായി നിൽക്കുന്നു. അസ്തമയത്തിന് തയ്യാറെടുക്കുന്ന സൂര്യൻ. ചെറിയ വെസൽ ട്രൈറ്റൺ ലിബർട്ടി എന്ന സപ്ലൈ വെസലാണ്. രണ്ട് വശത്തു നിന്നും 2 വീതം കപ്പലുകൾ വന്നുകൊണ്ടിരിക്കുന്നു. MH-60R റോമിയോ ഹെലികോപ്റ്ററുകൾ. ആൻറ്റി സബ്മറൈൻ വാർഫെയറിനുള്ള ഹെലികോപ്റ്ററുകൾ ആണിവ. വേദിയുടെ മുന്നിലേക്കാണ് വരവ്. ഫ്ലെയറുകൾ ഉപയോഗിച്ചു ആൻറ്റി എയർക്രാഫ്റ്റ് മിസൈലുകളുടെയും സർഫസ് ടു എയർ മിസൈലുകളുടെയും വഴിതെറ്റിക്കുന്നത് ഫ്ലെയറുകൾ ഉപയോഗിച്ചാണ്. 2 ഹെലികോപ്റ്ററുകൾ 2 വശത്തേക്ക് പോയി. നേവിയുടെ ഡ്രോണിയർ വിമാനങ്ങൾ. MH-60 ഹെലികോപ്റ്ററാണ്. ദൂരെ ഡ്രോണിയർ വിമാനവും. രണ്ട് കപ്പലുകൾ നേർക്കുനേർ വരുന്നു. മിക്കവാറും വെള്ളത്തിൽ സൂര്യന്റെ റിഫ്ലക്ഷൻ ഉള്ളിടത്ത് വെച്ച് എതിരെ കടന്നു പോകും. ഹെലികോപ്റ്റർ വന്നതിൻ്റെ പ്ലെയിനും കൂടെ വന്നപ്പോൾ ഒന്നും. രണ്ടും ഡിസ്ട്രോയറുകൾ ആണെന്ന് തോന്നുന്നു. ഏകദേശം അടുത്തെത്തി. അടിപൊളി ദൃശ്യം. സൂപ്പർ. ഫ്ലെയറുകൾ. വളരെ നേരത്തെ വന്നത് കാരണം ഇരിക്കാൻ കിട്ടിയ സ്ഥലം പെർഫെക്റ്റ് ആയിരുന്നു. അല്ലെങ്കിൽ ഇതൊന്നും ഇത്രയും പെർഫെക്റ്റ് ആയി കാണാൻ കഴിയില്ല. സൂര്യന് നേരെ താഴെ വെച്ച് തന്നെ 2 കപ്പലുകളും പാസ് ചെയ്ത് പോയി.
പിന്നാലെ വന്ന കപ്പലുകൾ നേർക്കുനേർ വരുന്നു. ഇടതുവശത്തു നിന്നും ഹൈഡ്രോഗ്രാഫിക് സർവേ ഷിപ്പും വലതുവശത്തു നിന്നും ഡിസ്ട്രോയറും കടന്നുപോയി. പക്ഷേ ഈ സമയത്ത് തന്നെ അവിടെ രണ്ടും ക്രോസ് ചെയ്യുന്ന കറക്റ്റ് സമയമാണ്. നമ്മുടെ ദേശീയ പതാകയുമായി 3 ചീറ്റ ഹെലികോപ്റ്ററുകൾ. ട്രൈറ്റൺ എന്ന സപ്ലൈ വെസൽ. വലതുവശത്തു നിന്നും വരുന്നത് നേവിയുടെ സ്റ്റെൽത്ത് ഫ്രിഗേറ്റായ INS ഉദയഗിരിയാണ്. ഉദയഗിരിയുടെ പിന്നിലും ഹെലിപാഡുണ്ട്. നേവിയുടെ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ. മുന്നേ പോയ കപ്പൽ തിരിയുന്നു. ഒരു കപ്പലും അതിൻ്റെ കൂടെ 2 പേരില്ല. സീക്കിംഗ് ഹെലികോപ്റ്റർ. സബ്മറൈൻ അതുകൊണ്ട് അത് ഇതിലിറങ്ങിയ പരിക്കേറ്റ ആളിനെ രക്ഷിക്കുന്നതിൻ്റെ ഡിസ്പ്ലേ ആണിത്. അതായത് മെഡിക്കൽ ഇവാക്യുവേഷൻ. മറ്റേ കപ്പലിൽ ഒരേ സമയം ഇവരെല്ലാം കൂടെ അതല്ല മറ്റേ ഒരു കപ്പലിലും ഫ്രണ്ടിൽ ഇതേ പരിപാടി നടക്കുന്നതുകൊണ്ടാണ്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്ന് നടന്നാലേ താഴേക്ക് ഒരാൾ റോപ്പിലൂടെ ഇറങ്ങുന്നു. സപ്ലൈ വെസലിൽ ഹെലികോപ്റ്റർ ഇറങ്ങാൻ ശ്രമിക്കുന്നു. രണ്ട് ഹെലികോപ്റ്ററുകളും കടന്നുപോയി.
K-46, K-48 എന്നീ മിസൈൽ ബോട്ടുകൾ വരുന്നു. കോർവെറ്റ് എന്നും പറയും. പോലത്തെ 3 മിസൈൽ ബോട്ടുകളാണ് 1971 ഇൻഡോ പാക് യുദ്ധത്തിൽ ഓപ്പറേഷൻ ട്രൈഡൻറ്റിലൂടെ കറാച്ചി പോർട്ട് ആക്രമിച്ചതും 4 പാകിസ്ഥാൻ കപ്പലുകളെ തകർത്തതും. INS നിപട്ട്, INS നിർഘാട്ട്, INS വീർ എന്നിവയായിരുന്നു ആ മിസൈൽ ബോട്ടുകൾ. ഈ കാണുന്ന K-46 എന്ന മിസൈൽ ബോട്ടിൻ്റെ പേര് INS വിപുൽ എന്നാണ്. ഈ K-48 എന്ന മിസൈൽ ബോട്ടിൻ്റെ പേര് INS വിദ്യുത് എന്നും. ഈ മിസൈൽ ബോട്ടിൻ്റെ മുൻഭാഗത്ത് 2 പേർ വീതമുള്ള 2 ബാച്ച് എന്തോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി എയിം ചെയ്യുന്നത് പോലെ നിൽക്കുന്നത് കണ്ടു. മിസൈൽ ബോട്ട് ഉയർന്നു താഴുന്നത് കണ്ടോ? K-48 മാൻ പോർട്ടബിൾ ആയിട്ടുള്ള എന്തോ ആയുധം പ്രയോഗിക്കാൻ പോവുകയാണ്. കണ്ടോ? INS വിദ്യുത്തിൻ്റെ മെയിൻ ക്യാനൺ കണ്ടോ? അടിപൊളി. സപ്ലൈ ഷിപ്പിന് അടുത്തുകൂടി പാസ് ചെയ്തു പോയപ്പോൾ വേഗത മനസ്സിലായോ? മുന്നേ പോയ കപ്പലുകൾ ബാക്ക്ഗ്രൗണ്ടിൽ. കൗണ്ട് ഡൗൺ കേൾക്കുന്നു. ഇപ്പോൾ ആ വെപ്പൺ പ്രയോഗിക്കുമായിരിക്കും. അതെ, എന്തോ വെടിശബ്ദം കേട്ടു. അതെ, ആകാശത്തേക്ക് ഫ്ലെയറുകൾ വെടിവെച്ചതായിരുന്നു. ഈ മിസൈൽ ബോട്ടുകളുടെ മെയിൻ മാസ്റ്റ് പിന്നിലേക്ക് ചരിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതോ എയറോഡൈനാമിക് ഡിസൈനാണോ? ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം. വീണ്ടും ഫ്ലെയറുകൾ പ്രയോഗിച്ചു. അടുത്ത ഏതോ ഒരു വിമാനോ കപ്പലോ എന്തോ വരുന്നുണ്ട്. സൗണ്ട് കേൾക്കുന്നുണ്ട്. 2 മിസൈൽ ബോട്ടുകളും കടന്നു പോകുന്നു. ആയിരത്തി 1971 യുദ്ധത്തിൽ പങ്കെടുത്ത മിസൈൽ ബോട്ടുകളെക്കാൾ വളരെ അഡ്വാൻസ്ഡ് ആയിരിക്കും ഇപ്പോഴത്തെ മിസൈൽ ബോട്ടുകൾ. അതെ, അതൊന്നും ആയിരിക്കില്ല, ഇത് ഡമ്മിയായിരിക്കും. ഇന്ത്യൻ നേവിയുടെ ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ബോട്ടുകൾ. പാരച്യൂട്ട് വരുന്നുണ്ട്. പാരച്യൂട്ടിൽ നേവിയുടെ മാർക്കോസ് കമാൻഡോകൾ. ഇവരെ എയർ ഡ്രോപ്പ് ചെയ്ത വിമാനം ആകാശത്ത് ചെറുതായി കാണും. കണ്ടോ? ഇവരൊക്കെ താഴെ എത്താൻ ഇനി ഒരു 5 മിനിറ്റ് എടുക്കും. ഫാസ്റ്റ് അറ്റാക്ക് ബോട്ടുകൾ, അവയ്ക്ക് പിന്നിൽ മിസൈൽ ബോട്ടുകൾ. നേരത്തെ ഒന്നും വരുന്നില്ലായിരുന്നു, ഇപ്പൊ എല്ലാം കൂടെ ഏത് കാണണം? അതങ്ങോട്ട് പോയി, ബാക്കി എല്ലാം അങ്ങോട്ടും. കഴിഞ്ഞ ദിവസം ഇവ 4 വിഴിഞ്ഞത്ത് ഉണ്ടായിരുന്നു.
പാരച്യൂട്ടുകാരൊന്നും ഇതുവരെ എത്തിയില്ലല്ലേ? സമയമുണ്ടാവും. ഈ ബോട്ടുകളാണ് ഞാൻ അന്ന് പട്രോളിങ്ങും തുറമുഖവും അവിടെയുള്ള കപ്പലുകളുടെയും ഒക്കെ സുരക്ഷ ഇവയൊക്കെയാണ് ഇവരുടെ ഡ്യൂട്ടി. ഭയങ്കര മുഴുക്കും. T318 നമ്മുടെ മാർക്കോസ് കമാൻഡോകൾ ഇപ്പോഴും എയറിൽ തന്നെയാണ്. ഇരുവശത്തേക്കും വെള്ളം തെറിപ്പിച്ചുകൊണ്ടുള്ള പോക്ക് കണ്ടു. T412 അന്തരീക്ഷത്തിൽ വട്ടമിട്ട് കറങ്ങി അവർ ഉദ്ദേശിക്കുന്നിടത്ത് ഇറങ്ങാം. ഇനിയും സമയമെടുക്കാം. ഒടുവിൽ താഴേക്ക്. പരിക്കേറ്റ് വെള്ളത്തിൽ വീണ് കിടക്കുന്ന ആളെ രക്ഷിക്കുന്ന പരിപാടി എയർലിഫ്റ്റ് ചെയ്യുന്നു. ആ ചുവന്ന പുക പുറത്തു വരുന്ന സാധനത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അത് ഇതായിരിക്കും, ഈ ഹെലികോപ്റ്ററിൽ വന്നൊരു വെള്ളത്തിൽ നിന്ന് റെസ്ക്യൂ ചെയ്യാനായിട്ടുള്ള ഇതായിരിക്കും. അതെ അതെ, ബോട്ടിലുള്ളവർ ദൂരേക്ക് മാറി. അത് തന്നെ, ആ ചുവന്ന പുക ഹെലികോപ്റ്ററുകൾക്ക് സ്ഥാനം തിരിച്ചറിയുന്നതിനുള്ള മാർക്കിംഗ് ആണ്. ഇപ്പോഴാണ് സർപ്രൈസ് ആയിട്ട് INS വിക്രാന്തിൻ്റെ കടന്നുവരവ്. ഇപ്പോഴാണ് കണ്ടത്. ദി മൈറ്റി INS വിക്രാന്ത്. വെള്ളത്തിൽ വീണ ആളിനെ രക്ഷിക്കാനുള്ള ഹെലികോപ്റ്ററുകൾ വരുന്നു. സീക്കിംഗ് ഹെലികോപ്റ്ററുകൾ. ഞാൻ ഇരിക്കുന്ന സ്ഥലം അടിപൊളി, അതുകൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ ഇത്ര അടുത്ത് കാണുന്നത്. വെള്ളത്തിൽ കിടക്കുന്ന ആളിനടുത്തേക്ക് ഹെലികോപ്റ്റർ ചെല്ലുന്നത് കണ്ടു. ഈ ഹെലികോപ്റ്ററുകൾ താഴ്ന്നു വരുമ്പോൾ തെറിക്കുന്ന വെള്ളത്തിൻ്റെ അംശം മിസ്റ്റ് പോലെ ക്യാമറയുടെ ലെൻസിൽ പറ്റിപ്പിടിക്കും. അതുകൊണ്ട് ലെൻസ് ഇടയ്ക്കിടെ ക്ലീൻ ചെയ്യേണ്ടി വരുന്നു. രണ്ടാമത്തെ ഹെലികോപ്റ്റർ ഇതിനു ചുറ്റും വട്ടമിട്ട് പറക്കുന്നത് കണ്ടു. അത് എന്തിനാണ് എന്ന് വെച്ചാൽ ഒരു ഹോസ്റ്റൈൽ സിറ്റുവേഷനിൽ, അതായത് ചുറ്റും ശത്രുക്കൾ ഉണ്ടെങ്കിൽ അവരെ നേരിടുന്നത് ഈ വട്ടമിട്ട് പറക്കുന്ന ഹെലികോപ്റ്ററാണ്. ഒരു ഹെലികോപ്റ്റർ മെഡിക്കൽ ഇവാക്യുവേഷൻ നടത്തുമ്പോൾ രണ്ടാമത്തേത് പ്രൊട്ടക്ഷന് വേണ്ടി ചുറ്റും വട്ടമിട്ട് പറക്കുന്നു. ശത്രുക്കൾ ഉണ്ടെങ്കിൽ ഈ ഹെലികോപ്റ്ററിൽ നിന്ന് ഫയർ ചെയ്യും. അപ്പുറത്ത് വിക്രാന്തിൽ എന്തൊക്കെയോ പരിപാടി നടക്കുന്നു. ഇതാണ്
വിക്രാന്ത് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ കിടക്കുമ്പോൾ ഞാൻ അതുവഴി പോയപ്പോൾ മുൻപ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു ഇവൻറ്റിൽ, അതും തിരുവനന്തപുരത്ത് വെച്ച് വീണ്ടും കാണും എന്ന് അന്ന് കരുതിയില്ല. അതും ഒരു ആക്റ്റീവ് മോഡിൽ. ഒരു ഹെലികോപ്റ്റർ വിക്രാന്തിൻ്റെ മുകളിലുണ്ട്. ഡെക്കിലെ ഫൈറ്റർ ജെറ്റുകളെയും കാണാം. മെഡിക്കൽ ഇവാക്യുവേഷൻ കണ്ടു. വെള്ളത്തിൽ കിടന്നവരെയും കൊണ്ട് ഹെലികോപ്റ്റർ ഉയർന്നു തുടങ്ങി. ഇനി അടുത്തത് വിക്രാന്തിൻ്റെ പ്രകടനമാണെന്ന് തോന്നുന്നു. വിക്രാന്ത് ഏകദേശം വേദിയുടെ മുന്നിൽ എത്താറായി. എയർക്രാഫ്റ്റ് കാരിയർ സഞ്ചരിക്കുന്നത് ഒരു ബാറ്റിൽ ഗ്രൂപ്പിനെയും കൊണ്ടാണ്, അതായത് കാരിയർ ബാറ്റിൽ ഗ്രൂപ്പ്. അതിൻ്റെ പ്രധാന കാരണം ആ ഷിപ്പിൻ്റെ വില. പിന്നെ അതിലെ ജീവനക്കാർ എങ്ങനെയായാലും 1000-ന് പുറത്ത് കാണും. അതിലെ വിമാനങ്ങൾ, അതിലെ ഹെലികോപ്റ്ററുകൾ, ഇവിടെ എല്ലാം വില. അതുകൊണ്ട് അതിനെ ഏത് വിധേനയും പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റൂ. അത് സഞ്ചരിക്കുന്ന ഒരു ചെറിയ നഗരമെന്നോ മിലിറ്ററി ക്യാമ്പെന്നോ ഒക്കെ പറയാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ സംരക്ഷണത്തിന് സബ്മറൈനും ഡിസ്ട്രോയർ പോലുള്ള പലതരം വെസലുകളും ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് എയർക്രാഫ്റ്റ് കാരിയറിന് ചുറ്റും സദാസമയവും കാണും. ഒരു വിമാനം വിക്രാന്തിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യാൻ തയ്യാറെടുക്കുന്നു. രണ്ട് ഫൈറ്റർ ജെറ്റുകൾ ആകാശത്ത്. അടിപൊളി. ഒരു ഹെലികോപ്റ്റർ വിക്രാന്തിന് ചുറ്റും കറങ്ങുന്നു. വിമാനത്തിൽ ലൈറ്റ് മിന്നുന്നത് കണ്ടു. വീണ്ടും ആ രണ്ട് ഫൈറ്റർ ജെറ്റുകൾ ആകാശത്ത്. ഏത് വിമാനമാണെന്ന് അറിയാൻ കഴിയുന്നില്ല. എനിക്ക് തോന്നുന്നത് ഹോക്ക് ട്രെയിനർ ജെറ്റ് ആണെന്നാണ്. ആ ലൈറ്റ് മിന്നിക്കൊണ്ടിരുന്ന ജെറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്നു. അത് ചിലപ്പോൾ പറന്ന് പോകുമായിരിക്കും. ഈ വിമാനം ഇതുപോലത്തെ രണ്ട് വിമാനമാണ് ഞാൻ ഉച്ചയ്ക്ക് വേണ്ടത്. അത് ചിലപ്പോൾ അതിൽ നിന്ന് പിന്നിലേക്ക് പുകയോ പൊടിയോ പറക്കുന്നത് കണ്ടോ? എഞ്ചിൻ്റെ ശബ്ദം ഇവിടെ കേൾക്കാം. ടേക്ക് ഓഫിൻ്റെ സൗണ്ടാണെന്ന്. പിന്നിലേക്ക് പ്ലെയിൻ നീങ്ങുന്നത് കണ്ടോ? വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നു. വിക്രാന്തിൽ നിന്നും ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത് നേരിട്ട് കാണാൻ ജീവിതത്തിൽ പറ്റുമെന്ന് വിചാരിച്ച കാര്യമല്ല. എന്നാൽ അതും നേരിട്ട് കണ്ടു. അടിപൊളി. അതും തിരുവനന്തപുരത്ത് വെച്ച് ഇതുപോലൊരു മെഗാ ഇവൻറ്റിനോട് അനുബന്ധിച്ച്. MiG-29K ആണ് ഈ ജെറ്റ് വിമാനം. KA-31, MH-60R സീഹോക്ക്, HAL ധ്രുവ്, ചീറ്റ എന്നീ ഹെലികോപ്റ്റർ INS വിക്രാന്തിൽ ഓൺബോർഡ് ആയിട്ടുണ്ട്. ഈ ഇവൻറ്റിൽ MiG-29Kയും ഈ പറഞ്ഞ ഹെലികോപ്റ്ററുകളും INS വിക്രാന്തിൽ നിന്നാണ് വരുന്നത്. INS വിക്രാന്ത് ഇപ്പോൾ വേദിക്ക് മുന്നിലുണ്ട്. അത് ലാൻഡ് ചെയ്യാൻ വരുന്നതായിരിക്കും.
വിക്രാന്തിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത വിമാനം താഴ്ന്നു വരുന്നു. മിഗ് 29K, മിഗിൻ്റെ നേവൽ വെർഷൻ. ലാൻഡ് ചെയ്യുന്നില്ല. ലാൻഡ് ചെയ്തില്ല. വിക്രാന്തിൻ്റെ മുൻവശത്തെ ചരിഞ്ഞ് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന റൺവേയെ സ്കൈ ജമ്പ് സിസ്റ്റം എന്ന് പറയുന്നു. ഹെലികോപ്റ്റർ ചിലപ്പോൾ അതിൽ ലാൻഡ് ചെയ്യുമായിരിക്കും. ഈ ഹെലികോപ്റ്ററൊക്കെ ചിലപ്പോൾ അതിൽ നിന്നായിരിക്കും വന്നത്. അത് മറ്റേ 27, 29 അങ്ങനെ ഏതോ ഉണ്ടല്ലോ, അതായിരിക്കും. സുഖോയി ഇതിൽ ഇറങ്ങത്തില്ലല്ലോ, സുഖോയി 30 ഇറങ്ങത്തില്ല. സീ കിങ് ഹെലികോപ്റ്റർ ആ ഷിപ്പിൻ്റെ പിന്നിലെ ഹെലിപ്പാഡിൽ ഇറങ്ങുന്നതിൻ്റെ ഡിസ്പ്ലേ. അത് അതിൻ്റെ ബാക്കിലത്തെ കപ്പലിൽ ഇറങ്ങാൻ തോന്നുന്നു കേട്ടോ ഹെലികോപ്റ്റർ. ഹെലികോപ്റ്റർ വേഗത കുറച്ച് കപ്പലിൻ്റെ വേഗതയുമായി സിങ്ക്രണൈസ്ഡ് ആകുന്നു. കപ്പലിൽ ഹെലിപ്പാഡിന് മുന്നിലായി ഒരു പച്ച ലൈറ്റ് കാണാം. ഓക്കെ എന്നതിൻ്റെ സിഗ്നൽ ആയിരിക്കും. രണ്ടിലായിട്ട് മെല്ലെ ഹെലിപ്പാഡിന് മുകളിൽ എത്തി. കപ്പലും ഹെലികോപ്റ്ററും ഒരേ സ്പീഡിൽ പോകുന്നു. സൂപ്പർ ദൃശ്യം. വീണ്ടും ഉയർന്നു. എല്ലാവരും ഒരുമിച്ച് ഇറങ്ങാൻ വേണ്ടിയായിരിക്കും. ദൂരെ വിക്രാന്ത് തിരിയുന്നത് കാണാം. വിക്രാന്ത് തിരിഞ്ഞ് ഹെലികോപ്റ്റർ ദൂരേക്ക് പറന്നു പോകുന്നു. അടുത്തത് MH-60R ഹെലികോപ്റ്ററിൻ്റെ പെർഫോമൻസ് ആണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ അതേ സ്പീഡിൽ പോയി സ്പീഡ് സിങ്ക്രണൈസ്ഡ് ആയി. ഈ മുമ്പിൽ നമ്മളിരിക്കുന്ന ഫ്രണ്ടിൽ തന്നെയാണെന്ന് തോന്നുന്നു എത്തുമ്പം അത് കാണിക്കുന്നത്. നമ്മളിരുന്ന് നമ്മൾ ദൂരോട്ടൊക്കെയാണ് പോയിരുന്നത്. മൂന്ന് ടൈപ്പ് ഹെലികോപ്റ്ററാണ്. അടിപൊളി ദൃശ്യം. അടുത്തത് KA-31 എന്ന കാമോവ് 31 ഹെവി ലിഫ്റ്റ് ഹെലികോപ്റ്ററാണ്. ഈ ഹെലികോപ്റ്റർ INS വിക്രാന്തിൽ ഓൺബോർഡായി ഉള്ളതാണ്. ഇതിൽ ആവാക്സ് സിസ്റ്റം ഘടിപ്പിച്ച് വിക്രാന്തിൻ്റെ ആവാക്സായി പ്രവർത്തിക്കും. നമ്മുടെ ഫിഷ് ടാങ്കിൽ ഇടുന്ന ഒരുതരം ഓർണമെൻ്റൽ ഫിഷിനെ ഓർമ്മ വരുന്നു. പേര് മറന്നു. വായ് തുറന്നു വെച്ചതുപോലെ. ബാക്കി ഹെലികോപ്റ്ററുകൾക്കൊക്കെ 3 വീല് ആണെങ്കിൽ ഇതിന് 4 വീലുണ്ട്. ഹെവി ലിഫ്റ്റ് ഹെലികോപ്റ്റർ ആയതുകൊണ്ടാണത്. ഇവിടെയും സ്പീഡ് സിങ്ക്രണൈസ് ചെയ്തു. കാണാൻ നല്ല രസമുള്ള ദൃശ്യം, പ്രത്യേകിച്ചും ആ ഹെലികോപ്റ്റർ. ഇനി ഈ ഇവന്റിന്റെ അവസാനമായുള്ള ഹെലികോപ്റ്ററുകളുടെയും വിമാനങ്ങളുടെയും ഫ്ലൈ പാസ്റ്റാണ്.
നേവിയുടെ ചീറ്റ ഹെലികോപ്റ്ററുകളാണിത്. പ്രധാന വേദിക്ക് മുൻപിൽ, അതായത് ഡിസംബർ 3-ന് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റിന് ഡിഫൻസിൻ്റെ, അതായത് സായുധ സേനകളുടെ നിലവിലെ സുപ്രീം കമാൻഡറുമായ ദ്രൗപദി മുർമുവിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള സല്യൂട്ട് ആണെന്ന് തോന്നുന്നു ഇത്. 6 ഹെലികോപ്റ്ററുകളും ഒരേ സമയം തീരത്തേക്ക് അല്ലെങ്കിൽ വേദിക്ക് അഭിമുഖമായി തിരിഞ്ഞു. അതിൽ നിന്നും നാവികർ താഴേക്ക് റോപ്പിലൂടെ വരുന്നു. ആ നാവികർ ഡൈവിംഗ് സ്യൂട്ട് ധരിച്ചിട്ടുണ്ട്. ദൂരെ നിന്നും പായ്ക്കപ്പലുകൾ വരുന്നത് കാണാം. TNS തരംഗിണിയും സുദർശിനിയും. നാവികർ തിരികെ ഹെലികോപ്റ്ററിലേക്ക്. ഹെലികോപ്റ്ററുകൾ ഒരേ സമയം ഇടത്തേക്ക് തിരിയുന്നത് കണ്ടോ? ഈ പരിപാടി മുൻപ് ഇവിടെ തന്നെ IAFൻ്റെ സാരംഗ് ടീം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇടതുവശത്തു കൂടി തിരിഞ്ഞ് കടലിന് അഭിമുഖമായി നിൽക്കുന്നു. അതായത് അവരുടെ സുപ്രീം കമാൻഡറെയും രാജ്യത്തിനെയും കടലിൽ നിന്നുള്ള ത്രെട്ടുകളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്ന രീതി. വീണ്ടും തീരത്തിന് അഭിമുഖമായി തിരിയുന്നു. ഒന്നിടവിട്ട ഹെലികോപ്റ്ററുകൾ ഉയരുകയും താഴുകയും ചെയ്യുന്നു. വീണ്ടും ഒരേ ലെവലിൽ വന്നു. ഇടത്തേക്ക് തിരിഞ്ഞ് യാത്ര പുറപ്പെട്ടു. പ്രസിഡന്റിനോട് യാത്ര പറഞ്ഞതാണെന്ന് തോന്നുന്നു. ബീറ്റിംഗ് റിട്രീറ്റ്. അടുത്തതായി 3 സീക്കിംഗ് ഹെലികോപ്റ്ററുകൾ വരുന്നു. ഓരോ ടൈപ്പ് വിമാനങ്ങളും ഓരോ ഫോർമേഷനിലാണ് വരുന്നത്. MH-60R ഹെലികോപ്റ്ററുകൾ 3 എണ്ണം. പ്രധാന വേദിക്ക് മുന്നിൽ ഫ്ലെയറുകൾ പ്രയോഗിച്ചു. കാമോ 31.
ഇക്കൂട്ടത്തിൽ ഏറ്റവും വേഗത കുറഞ്ഞത് സബ്മറൈൻ ആണെന്ന് തോന്നുന്നു. ഇപ്പോഴാണ് എത്തിയത്. നേവിയുടെ ഡ്രോണിയർ വിമാനങ്ങൾ 4 എണ്ണം. P-8I പോസൈഡിയോൺ വിമാനം ആൻറ്റി സബ്മറൈൻ വാർഫെയറിനും നിരീക്ഷണത്തിനും ഉപയോഗിക്കുന്നത്. ഫ്ലെയറുകൾ പ്രയോഗിച്ചു. സബ്മറൈൻ്റെ വ്യക്തമായ ദൃശ്യം. ഏത് സബ്മറൈൻ ആണെന്ന് തിരിച്ചറിയാൻ പറ്റി. പ്രധാന വേദിക്കരികിൽ ഇതൊക്കെ എന്താണ് ഏതാണെന്നൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഈ പരിസരത്തൊക്കെ പബ്ലിക് അനൗൺസ്മെൻറ്റ് സിസ്റ്റം റെഡിയായി വരുന്നതേ ഉള്ളൂ. ഡിസംബർ 4 ആകുമ്പോൾ എല്ലാം ശരിയാവും. വിക്രാന്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു അന്തർവാഹിനി ഇങ്ങനെ കടൽ നിരപ്പിലൂടെ സഞ്ചരിക്കുന്നത് കാണാൻ പറ്റുമെന്ന് കരുതിയില്ല. അതും സാധിച്ചു. അതും തിരുവനന്തപുരത്ത് വെച്ച്. ഇതിനെല്ലാം കാരണം ഇന്ന് കിട്ടിയ ഇരിപ്പിടം തന്നെയാണ്. ഈ ഇവന്റിലെ ഏറ്റവും ഭംഗിയുള്ളതും ആകർഷണീയവുമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഈ വരുന്നത്. INS തരംഗിണി, INS സുദർശിനി എന്നീ പായ്ക്കപ്പലുകൾ വലിയ ഇന്ത്യൻ ഫ്ലാഗുമായാണ് വരുന്നത്. പ്രധാന വേദിക്ക് മുന്നിലെത്തുമ്പോൾ നമ്മുടെ ത്രിവർണ്ണ പതാകയുടെ 3 നിറങ്ങളിൽ കപ്പൽ ലൈറ്റ് അപ്പ് ചെയ്യും. ഇനി ഇത് കഴിഞ്ഞ് രാത്രി ഇരുട്ടായി കഴിയുമ്പോൾ ഇതുവരെ കണ്ട എല്ലാ കപ്പലുകളും ശംഖുമുഖത്ത് വന്ന് ഒരു വരിയായി കിടന്ന് നമ്മുടെ സീരിയൽ ലൈറ്റ് ഇടുന്നത് പോലെ ലൈറ്റപ്പ് ചെയ്യാം. അതിൻ്റെ മനോഹര ദൃശ്യം ഇതിനു ശേഷമുണ്ട്. എല്ലാവരും അത് കാണുക. പായ്ക്കപ്പലുകൾ ത്രിവർണ്ണ പ്രകാശത്തിൽ ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നത് കാണാം. INS തരംഗിണി 1997-ലും സുദർശിനി 2012-ലുമാണ് കമ്മീഷൻ ചെയ്തത്. പായകൾക്ക് പുറമെ എഞ്ചിനുമുണ്ട്. പ്രധാനമായും ഇതുപോലത്തെ ഇവൻറ്റുകളിൽ പങ്കെടുക്കുകയും സെയിലേഴ്സിനും ജൂനിയർ ഓഫീസേഴ്സിനുമുള്ള ട്രെയിനിങ്ങും, അതായത് നാച്ചുറലായി കടലിൽ എങ്ങനെ സർവൈവ് ചെയ്യാമെന്നതും പിന്നെ വിദേശ രാജ്യങ്ങളിൽ ഫ്രണ്ട്ലി വിസിറ്റ് നടത്തുന്നതുമൊക്കെയാണ് ഈ കപ്പലുകളുടെ പരിപാടി. INS തരംഗിണി ലോകം ചുറ്റിയിട്ടുണ്ട്. എല്ലാ കപ്പലുകളും ശംഖുമുഖം തീരത്ത് നിരന്ന് ഇല്യൂമിനേറ്റ് ചെയ്ത് പ്രകാശത്തിൻ്റെ പൂരം കടലിൽ സൃഷ്ടിച്ചിരിക്കുന്നത് കണ്ടു. മനോഹര ദൃശ്യം. ഈ വീഡിയോ ചെയ്യാൻ പറ്റിയതിൽ അഭിമാനം തോന്നുന്നു.
പട്ടിക്ക് പണിയെടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഇനി മറ്റ് വീഡിയോകളുമായി ഞാൻ ഉടനെ വരും. അതാ അങ്ങോട്ടുണ്ട്. അതുവരേക്കും ഗുഡ് ബൈ.